ഭാഗം 8 സ്നേഹിത. കാർ വന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് പ്രിയയും സരോജവും അങ്ങോട്ട് വന്നു. കാർ മുറ്റത്ത് വന്നു നിന്നു. ആരാണെന്നറിയാതെ പ്രിയയും സരോജവും മുഖത്തോട് മുഖം നോക്കി. ആരാണാവോ? ഈ സമയത്ത് പ്രിയ മനസ്സിലോർത്തു. കാറിൻ്റെ പിൻഡോർ തുറന്ന് ഇഷാനി പുറത്തേക്കിറങ്ങി. ഇഷാനി കാറിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ട് സരോജവും പ്രിയയും ഞെട്ടി. ഇഷാനി ഇറങ്ങിയ വഴിയെ തന്നെ കാർ തിരിച്ചുപോയി. മുൻവശത്ത് നിൽക്കുന്ന പ്രിയയെയും സരോജത്തിനെയും കണ്ട് ഇഷാനി ചിരിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നു. ആരുടെ ആ കാർ? പ്രിയ ചോദിച്ചു. അത് ശ്രീമംഗലത്തെയാണ് ചേച്ചി, ഇഷാനി പറഞ്ഞു. ശ്രീമംഗലം എന്ന് കേട്ടതേ സരോജൻ ഞെട്ടി. പ്രിയ ശ്രീമംഗലത്തെയോ? ഒന്നും മനസ്സിലാകാതെ അവൾ ഇഷാനിയെ നോക്കി. അത് ഒരു കഥയെ ചേച്ചി, ഇഷാനി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വേഗം അവൾ കാലിലെ കസേരയിൽ പോയിരുന്നു. പ്രിയയും സരോജവും വേഗം ഇഷാനിയുടെ അടുത്തേക്ക് വന്നിരുന്നു. ശ്രീമംഗലത്തുള്ളവർക്കെല്ലാം അപ്പച്ചിയെ അറിയാം, ഇഷാനി സരോജത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പച്ചിക്ക് ദേവയാനിയമ്മേനെ അറിയില്ലേ? അവൾ ചോദിച്ചു. ദേവയാനിയമ്മേനെ എനിക്കറിയാം, അല്പം പരിഭ്രമത്തോടെ സരോജം പറഞ്ഞു. ആട്ടെ, നീ എങ്ങനെ ശ്രീമംഗലത്തെത്തി? അത് വലിയൊരു കഥയാണ് അപ്പച്ചി. ഇഷാനി അന്ന് അമ്പലത്തിൽ വെച്ച് നടന്ന സംഭവങ്ങളും ശ്രീമംഗലത്തെത്തിയതും എല്ലാ കാര്യങ്ങളും പ്രിയയോടും സരോജത്തിനോടും പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ സരോജൻ ഷോക്ക് ഏറ്റതുപോലെയായി. ഇഷാനി ആ ശ്രീമംഗലത്തെപ്പറ്റി വർണ്ണിക്കുന്നത് കേട്ട് പ്രിയ ചോദിച്ചു. ഓ, നിനക്ക് അവരെയെല്ലാം പിടിച്ചു പോയെന്ന് തോന്നുന്നു. പൂവ ചേച്ചി, എനിക്ക് അവിടുത്തെ എല്ലാവരെയും ഇഷ്ടമാണ്, ലതയാൻറ്റി ഒഴിച്ച്. അതാരാ ലതയാൻറ്റി? പ്രിയ ചോദിച്ചു. അത് അഞ്ജന ചേച്ചിയുടെ മാമിയാണ്. അവർക്ക് ഭയങ്കര ജാടയാണ് ചേച്ചി. പക്ഷെ അഞ്ജന ചേച്ചി പാവാട്ടോ. അഞ്ജന ചേച്ചിക്ക് ഒരു ജാടയും ഇല്ല ചേച്ചി, ഇഷാനി പറഞ്ഞു. ഇഷാനി പറയുന്നതൊന്നും കേൾക്കാതെ എന്തോ ആലോചനയിൽ ഇരിക്കുമായിരുന്നു സരോജ. ഈ അപ്പച്ചിക്ക് എന്താ പറ്റിയത്? ഇഷാനി സരോജത്തിന്റെ നേരെ നോക്കി ചോദിച്ചു. അപ്പോഴാണ് പ്രിയ സരോജത്തെ ശ്രദ്ധിച്ചത്. എന്തു പറ്റി അപ്പച്ചി? പ്രിയ ചോദിച്ചു. ഒന്നുമില്ല പ്രിയമോളെ, ഇവൾ വന്നതല്ലേ ഉള്ളൂ, ഇവൾക്ക് വിശക്കുന്നുണ്ടായിരിക്കും. നീ വേഗം ഭക്ഷണം എടുത്തു കൊടുക്കും, ഞാനൊന്ന് കിടക്കട്ടെ. അതും പറഞ്ഞ് സരോജ മുറിയിലേക്ക് പോയി. എന്നാൽ നീ വേഗം ഡ്രസ്സ് മാറി വാ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. പ്രിയ അത് പറഞ്ഞ് അടുക്കളയിലേക്ക് പോയി. കാർത്തിക്കിന്റെ ക്യാബിനിലേക്ക് ചെല്ലുമ്പോൾ ലാപ്ടോപ്പിൽ തിരക്കിട്ട് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കാർത്തിക്. സാർ, ജെയിംസ് വിളിച്ചു. ലാപ്ടോപ്പിന്റെ കീബോർഡിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു അപ്പോഴും കാർത്തിക്കിന്റെ വിരലുകൾ. ജെയിംസ് ഇരിക്കൂ. ജെയിംസ് കാർത്തിക്കിന്റെ മുന്നിൽ കിടന്ന ചെയറിലേക്ക് ഇരുന്നു. സാർ, ആ ബ്രോക്കർ വാസു വിളിച്ചിരുന്നു. സാർ പറഞ്ഞ ആ പ്രോപ്പർട്ടിയുടെ കാര്യം വാസു അന്വേഷിച്ചു. ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന കാർത്തിക് പെട്ടെന്ന് നിർത്തി ജെയിംസിൻ്റെ നേരെ നോക്കി. ഇപ്പോൾ ആ പ്രോപ്പർട്ടി ആരുടെ കയ്യിലാണ്? കാർത്തിക് ചോദിച്ചു. ഒരു ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരാളുടെ കയ്യിലാണ്. പുള്ളി ഇവിടെ ഇല്ല, അമേരിക്കയിലാണ്. പുള്ളിയുടെ ഫാദറാണ് ആ വസ്തു വാങ്ങിയത്. പുള്ളിക്കത് ഷെയറായി കിട്ടിയതാണ്. അയാൾക്കത് വിൽക്കാൻ താല്പര്യമുണ്ടോ? കാർത്തിക് ചോദിച്ചു. ഫിലിപ്പോസ് അമേരിക്കയിലാണ്, അതുകൊണ്ട് കൊട്ടാരം നോക്കാൻ അവിടെ അടുത്തുള്ള നാളു എന്ന ഒരാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നാളുവുമായി വാസു സംസാരിച്ചു. അപ്പോൾ അറിയാൻ കഴിഞ്ഞത് ആ കൊട്ടാരം വിൽക്കാൻ പദ്ധതിയിട്ട് വർഷങ്ങളായി. പ്രേതബാധയുള്ള കൊട്ടാരമാണെന്നും പറഞ്ഞ് ആരും അത് വാങ്ങാൻ വന്നില്ല. ആ കൊട്ടാരത്തിൽ പണ്ടേതോ ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടുണ്ട്, ജെയിംസ് പറഞ്ഞു. കാർത്തിക് അല്പനേരം എന്തോ ആലോചിച്ചതിന് ശേഷം പറഞ്ഞു. എനിക്ക് ആ കൊട്ടാരം വേണം. ഇന്ന് തന്നെ വാസുവിനോട് ഫിലിപ്പോസുമായി സംസാരിക്കാൻ പറയണം. ബാർഗെയിൻ വേണ്ട, പണം എത്രയായാലും എനിക്ക് വിഷയമില്ല, കാർത്തിക് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഇനി ജെയിംസിന് പോകാം, കാർത്തിക് പറഞ്ഞു. ശരി സാർ, ജെയിംസ് അതും പറഞ്ഞ് പുറത്തേക്കിറങ്ങി. ബാർഗെയിൻ വേണ്ടെന്നോ? ചോദിക്കുന്ന പണം കൊടുക്കാമെന്ന്. ഈ സാറിന് എന്താ വട്ടാണോ ആ പ്രേതാലയം വാങ്ങാനിട്ട്? ജെയിംസ് അതും പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് മുന്നോട്ട് പോയി. കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ടാണ് ഇഷാനി വാതിൽ തുറന്നത്. ഓ, ഇത് അപ്പച്ചിയായിരുന്നോ? ഇഷാനി ചോദിച്ചു. എന്താടി നീ വേറെ വല്ലവരെയും പ്രതീക്ഷിച്ചിരുന്നോ? അപ്പച്ചി അല്പം ഗൗരവത്തിൽ ചോദിച്ചു. എൻ്റെ അപ്പച്ചി, ഞാൻ അത് ഉദ്ദേശിച്ച് ചോദിച്ചതല്ല. അപ്പച്ചി എന്ന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് വരുമ്പോൾ 5 മണി കഴിയില്ലേ? ഇപ്പോൾ സമയം 3:30 ആയിട്ടുള്ളൂ, അതുകൊണ്ട് ചോദിച്ചതാ. ശരി, അപ്പച്ചി ബാഗ് ടേബിളിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. ആട്ടെ, ആരുടെ സ്കൂട്ടറാണ് മുറ്റത്തിരിക്കുന്നത്? അപ്പച്ചി മുറ്റത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇഷാനിയോട് ചോദിച്ചു. അത് ഗിരീഷ് ഏട്ടൻ്റെ സ്കൂട്ടറാണ്. ഗിരീഷ് ഇവിടെ വന്നിരുന്നോ? സരോജൻ ചോദിച്ചു. ഈ സ്കൂട്ടർ ഇവിടെ വെക്കാൻ വന്നു. അവിടെ റോഡ് പണി നടക്കുന്നതുകൊണ്ട് സ്കൂട്ടർ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റില്ല, അതുകൊണ്ട് അത് കഴിയുന്നത് വരെ ഇവിടെ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് വെച്ചിട്ട് പോയതാണ്, ഇഷാനി പറഞ്ഞു. എന്നാൽ നീ പോയി ചായ എടുക്ക്, ഞാൻ ഇന്ന് ഡ്രസ്സ് മാറി വരാം. അതും പറഞ്ഞ് അപ്പച്ചി മുറിയിലേക്ക് പോയി. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടപ്പോൾ ഇഷാനി ഫോൺ നമ്പറിലേക്ക് നോക്കി. ഇത് ദാസൻ അങ്കിളാണല്ലോ. അവൾ ഒരു നിമിഷം ആലോചിച്ചു. നിന്നതിന് ശേഷം ഫോൺ എടുത്തു. അങ്കിൾ, എന്താ വിശേഷിച്ച്? മോളെ, ഒരു കാര്യം പറയാൻ വിളിച്ചതാണ്. മോളുടെ ജോലി ശരിയായി. ഞാൻ ഇന്ന് CEO കാർത്തിക് സാറുമായി സംസാരിച്ചു. സാർ പറഞ്ഞു വന്നോളാൻ. അത് കേട്ടപ്പോൾ ഇഷാനിക്ക് ഒത്തിരി സന്തോഷമായി.
ഡ്രസ് തയ്ക്കാൻ തയ്യക്കടയിൽ പോയിട്ട് വന്ന വഴിയായിരുന്നു. പ്രിയ അകത്തേക്ക് വന്നതും ഇഷാനി ഓടിച്ചെന്ന് പ്രിയയെ വട്ടം കറക്കി. ഇഷാനി, നീ എന്താ ഈ കാണിക്കുന്നേ? എന്നെ വിട്ടേ. ഇപ്പോഴും കുട്ടിയാണെന്നാണോ നിന്റെ വിചാരം? പ്രിയ അല്പം പരിഭവത്തോടെ പറഞ്ഞു. എൻ്റെ ചേച്ചി, ഞാൻ സന്തോഷം കൊണ്ട് ചെയ്തതല്ലേ ഇതെല്ലാം, ഇഷാനി പറഞ്ഞു. സന്തോഷമോ? പ്രിയ അല്പം ആലോചിച്ചതിന് ശേഷം ചോദിച്ചു. അതേ ചേച്ചി, എനിക്ക് ക്രീറ്റ കമ്പനിയിൽ ജോലി കിട്ടി. എങ്ങനെ? പ്രിയ ആശ്ചര്യത്തോടെ ചോദിച്ചു. അത് ദാസനങ്കിൾ വഴിയാ. ഓ, എൻ്റെ എത്ര കാലത്തെ സ്വപ്നമാ ചേച്ചി ഒരു ജോലി. അതുകൊണ്ടല്ലേ എൻ്റെ സന്തോഷം പങ്കിടാൻ ഞാൻ ചേച്ചിനെ വട്ടം കറക്കിയത്. പ്രിയ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. അതും പറഞ്ഞ് അകത്തേക്ക് പോയി. കാർത്തിക് കുളിച്ച് ഫ്രഷായി പുറത്തേക്ക് വരുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്നത് ശബ്ദം കേട്ടത്. അവൻ വേഗം ഫോൺ എടുത്തു നോക്കി. ജെയിംസ് എന്ന് തെളിഞ്ഞു കണ്ടതും അവൻ വേഗം ഫോൺ എടുത്തു. എന്താ ജെയിംസ്? അവൻ ചോദിച്ചു. സാർ, നമ്മൾ പറഞ്ഞ വിലയ്ക്ക് കൊട്ടാരം തരാൻ ഫിലിപ്പോസ് തയ്യാറാണ്. അത് കേട്ടപ്പോൾ കാർത്തിക്കിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഓക്കെ ജെയിംസ്, എങ്കിൽ നിങ്ങൾ അതിനു വേണ്ട പേപ്പർ വർക്ക് ചേർത്തിക്കോളൂ. ശരി സാർ, ജെയിംസ് പറഞ്ഞു. പിന്നെ ജെയിംസ്, ഈ കൊട്ടാരം വാങ്ങുന്ന പുറത്താരും അറിയരുത്. കെയർഫുൾ. ശരി സാർ, അത് ഞാൻ നോക്കിക്കോളാം. എങ്കിൽ ഗുഡ് നൈറ്റ്. അതും പറഞ്ഞ് കാർത്തിക് ഫോൺ വെച്ചു. എന്തോ ആലോചിച്ചു കൊണ്ടുവന്നോണം അവൻ മുറിയിലെ ചില്ല് ഗ്ലാസ് മാറ്റി സിറ്റൗട്ടിലേക്ക് ഇറങ്ങി. ആകാശത്തേക്ക് തിളങ്ങി നിൽക്കുന്ന ചന്ദ്രനെ നോക്കി അല്പം നേരം നിന്നു. ഇഷാനി രാവിലെ തന്നെ ഓഫീസിൽ പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. അവളുടെ സർട്ടിഫിക്കറ്റെല്ലാം ഫയലിലാക്കി. എന്നിട്ട് ഹാളിലേക്ക് വന്നു. പ്രിയ വേഗം അവൾക്ക് കഴിക്കാനുള്ള ദോശയും ചമ്മന്തിയും ടേബിളിൽ എടുത്തു വെച്ചു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പ്രിയ ചോദിച്ചു, നീ ലഞ്ച് കൊണ്ടുപോകുന്നുണ്ടോ? ഇല്ല ചേച്ചി, ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഞാൻ വരും. അതും പറഞ്ഞ് അവൾ കൈ കഴുകാൻ പോയി. ഫയലും എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് മുറ്റത്ത് സ്കൂട്ടർ ഇരിക്കുന്നത് കണ്ടത്. സ്കൂട്ടറിന് പോവുകയാണെങ്കിൽ നേരത്തെ ചെല്ലാം. അതും പറഞ്ഞ് അവൾ അകത്ത് കയറി താക്കോലെടുത്തു. ഇത് കണ്ടുകൊണ്ട് വന്ന പ്രിയ ചോദിച്ചു, നീ ഇന്നെന്താ സ്കൂട്ടറിനാണോ പോകുന്നത്? അതെ ചേച്ചി. വേണ്ട ഇഷാനി, നീ സ്കൂട്ടർ ഓടിച്ചിട്ട് എത്ര കാലമായി? വല്ല അപകടവും ഉണ്ടാകും. ഇല്ല ചേച്ചി, ചേച്ചിക്കറിയില്ലേ വണ്ടി ഓടിക്കുന്ന കാര്യത്തിൽ ഞാൻ എക്സ്പേർട്ടാണെന്ന്. പിന്നെന്താ? അപ്പച്ചി എങ്ങാനും കണ്ട നീ വെറുതെ വഴക്ക് കേൾക്കും, പ്രിയ പറഞ്ഞു. ചേച്ചി, ഇതൊന്നും അപ്പച്ചി കാണാൻ പോകുന്നില്ല. ചേച്ചി പറയാതിരുന്നാൽ മതി. അപ്പച്ചി വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ വരും. അതും പറഞ്ഞ് അവൾ താക്കോലും എടുത്ത് പുറത്തേക്ക് പോയി. ഇഷാനി സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തു. ചേച്ചി, ഞാൻ പോകട്ടെ, ഉമ്മർത്ത് നിന്ന പ്രിയയോട് പറഞ്ഞു. ശരി, പ്രിയ പറഞ്ഞു. പ്രിയ അവൾ പോകുന്നത് നോക്കി നിന്നു. രാവിലെ ഓഫീസിലേക്ക് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കാർത്തിക്കിൻ്റെ മനസ്സിലേക്ക് കൊട്ടാരത്തിൻ്റെ ചിന്ത വന്നു. അപ്പോഴവൻ കൊട്ടാരം ഒന്ന് കാണണമെന്ന് തോന്നി. അവൻ വേഗം തന്നെ കൊട്ടാരത്തിലേക്ക് വണ്ടി തിരിച്ചു. കുറേ ഭാഗം പിന്നിട്ട ശേഷം അവൻ ഒരു ഊടുവഴിയിലൂടെ കയറി. വഴിക്കൊട്ടും വീതിയില്ലായിരുന്നു. ഇടുങ്ങിയ വഴിയിലൂടെ കാർ മുന്നോട്ട് പോയി കൊണ്ടിരുന്നു. ഇഷാനി ഒരു ഇടവഴിയിലൂടെ വന്ന റോഡിലേക്ക് ഇറങ്ങുകയും കാർത്തിക് അല്പം വേഗത്തിലും ആയിരുന്നു. ഇഷാനി എതിരെ വന്ന കാർ കണ്ടിട്ട് ബ്രേക്ക് ചവിട്ടുകയും സ്കൂട്ടർ കാറിനെ ഉരസി മുന്നോട്ട് പോയി മറഞ്ഞു. എന്തോ ശബ്ദം കേട്ട് കാർത്തിക് കാർ ചവിട്ടി നിർത്തി. എന്തോ സംഭവിച്ചുവെന്ന് അവന് മനസ്സിലായി. അവൻ വേഗം കാറിൽ നിന്നിറങ്ങി. വണ്ടിയുടെ ബോണറ്റിൻ്റെ അവിടെ നോക്കിയതും അവിടെ പെയിൻറ് പോയിരിക്കുന്നത് അവൻ കണ്ടു. അപ്പോഴാണ് അവിടെ സ്കൂട്ടറിൽ നിന്ന് വീണ ഇഷാനി പതുക്കെ എഴുന്നേറ്റ് വരുന്നത് കണ്ടത്. ഈ കഥ തുടർന്ന് കാണുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.